മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറത്ത് കൊലവിളി പ്രസംഗവുമായി ലീഗ് പ്രാദേശിക നേതാവ് തങ്ങളുടെ പ്രവർത്തകരെ തല്ലിയവരുടെ കയ്യും കാലും വീട്ടിലെത്തി വെട്ടുമെന്നാണ് ഭീഷണി. വളാഞ്ചേരി നഗരസഭ മുൻ കൗൺസിലർ ഷിഹാബുദ്ദീനാണ് ഈ കൊലവിളി പ്രസംഗം നടത്തി. നമുക്ക് പ്രതികരണം കേൾക്കാം. നമ്മുടെ പ്രവർത്തകരുടെ നേരെ കയ്യോങ്ങാൻ വന്നിട്ടുണ്ട്. വന്നവരുടെ കൈയെല്ലാം വെട്ടിമാറ്റി. മുസ്ലിം ലീഗാണ് ഈ പറയുന്നത്, UDF പ്രവർത്തകരാണ് പറയുന്നത്. ഞങ്ങളുടെ KMCC നേതാവ് ഇബ്രാഹിം കുട്ടിയെ തച്ചവരെ ഞങ്ങൾ തിരിച്ചതല്ലാതെ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോവുകയില്ല എന്ന് ഉദ്ദേശം മുദ്രിച്ചുകൊണ്ട് ഈ പ്രവർത്തകർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടിൽ കയറി നിങ്ങളുടെ കാലിന്റെ കണ്ണി തച്ച് മുറിച്ചിട്ടല്ലാതെ ഈ പ്രസ്ഥാനം പിന്നോട്ട് പോവുകയില്ല എന്ന് ഇവിടെയുള്ള നാരികളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. ഇതിപ്പം ഈ ലീഗ് നേതാക്കളോ UDF ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം വൈകിട്ടാണ് ഈ വളാഞ്ചേരി നഗരസഭയുടെ 33-ാം വാർഡിൽ ആണ് സംഭവം ഉണ്ടായത്. അന്ന് വൈകിട്ട് ആഹ്ലാദ പ്രകടനം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ നടത്തുമ്പോൾ റോഡരികിലുണ്ടായിരുന്ന CPM പ്രവർത്തകരുമായി ചെറിയൊരു ഉന്തുതള്ളുമുണ്ടായി. അതാണ് ഈ ഒരു KMCC പ്രവർത്തകൻ, അദ്ദേഹം വിദേശത്ത് നിന്ന് വന്നതാണ്. അദ്ദേഹം അന്ന് തന്നെ വിദേശത്തേക്ക് പോവുകയും ചെയ്തു. ചെറിയ തോതിലുള്ള ഉന്തള്ളാണ് ഉണ്ടായത്. പക്ഷേ അതാണ് ഇന്നലെ ഉച്ചയ്ക്കാണ് പിന്നീട് ഒരു പ്രചരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മൈക്ക് കെട്ടി വാഹനത്തിൽ മൈക്കുമായി ഉള്ള ഒരു പ്രസംഗത്തിനിടയിൽ ഈ ഷിഹാബുദ്ദീന്റെ പ്രസംഗം വരുന്നത് വലിയ തോതിലുള്ള ഒരു കൊലവിളി പ്രസംഗം തന്നെയാണ്. അതായത് ഈ KMCC പ്രവർത്തകനെ തല്ലിയവരെ വീട്ടിൽ കയറി തല്ലുമെന്നും കയ്യും കാലും വെട്ടുമെന്നും എല്ലാം വളരെ ആക്രോശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു പ്രകോപനം ഉണ്ടായിട്ടുള്ളത്. ഇതിന് മാത്രമുള്ള ഒരു വലിയ തോതിലുള്ള സംഘർഷം ഒന്നും തലേ ദിവസം ഉണ്ടായിട്ടുമില്ല. പക്ഷേ പോലീസ് ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചെയ്തു. ഓക്കെ ശാന്തകുമാർ, ശരി. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്.